അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. എന്തായാലും പോകുമ്പോൾ ഞാൻ എൻ്റെ ഇവിടെ പുഴയൊന്നും കാണിച്ചു തരാമെന്ന് വെച്ചു. ഒരുപാട് വെള്ളം കയറിയിട്ടുണ്ട്. പക്ഷേ ഇതിനേക്കാളും വെള്ളം 2 ദിവസം മുന്നേ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇച്ചിരി കുറവുണ്ട്. അപ്പുറത്തെ വയലാണ്, അവിടെയൊക്കെ വെള്ളമുണ്ട്. ആ കാണുന്ന സൈഡിലൊക്കെ വെള്ളമായിരുന്നു. ആ പുല്ല് കാണുന്ന അവിടെയൊക്കെ വെള്ളമായിരുന്നു. ഈ സൈഡും വെള്ളം തന്നെയായിരുന്നു. ഇപ്പോൾ 2 ദിവസമായിട്ട് വെള്ളം കുറവുണ്ട്. മഴ കുറവുള്ളത് കൊണ്ട് വെള്ളം കുറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് വെള്ളം ഉണ്ടാവുമായിരുന്നു. കണ്ടില്ലേ, ഈ കാണുന്ന സ്ഥലം മുഴുവൻ വെള്ളമായിരുന്നു. തൊട്ടടുത്ത് വീടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നല്ല മഴ പെയ്താൽ ഈ ഗ്രൗണ്ട് മുഴുവൻ വെള്ളം കയറും. ഇത് നമ്മുടെ വീട്ടിന് മേലെ ഭാഗം കാണുന്ന ഒരു വ്യൂ ആണ് കേട്ടോ. ഫുള്ള് തേയിലയാണ്. ഇവിടെ നിന്ന് നോക്കി പുഴ കാണും. ഇതിൻ്റെ തൊട്ട് താഴെ കാണുന്നതും പുഴ തന്നെയാണ് കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ട് മേലെ വശം കാണുന്ന ഒരു വ്യൂ ആണ് ഈ ഒരു തേയിലത്തോട്ടത്തിൻ്റെ ഒരു ഇത് കേട്ടോ. നല്ല ഭംഗിയുണ്ടാവും കാണാൻ. കോട നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണാൻ പറ്റില്ല. പക്ഷെ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. കയറി കഴിഞ്ഞാൽ അപ്പുറത്ത് വയലും ഇപ്പുറത്ത് നമ്മളെ വീടിൻ്റെ സൈഡൊക്കെ നല്ല വെള്ളം കയറും കേട്ടോ. അപ്പം മഴവെള്ളം കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടുകാരൊക്കെ ടോർച്ച് അടിച്ച് നോക്കും. വെള്ളം എവിടം വരെ എത്തി, വെള്ളം എവിടം വരെ എത്തി എന്നുള്ളൊരു ടെൻഷൻ കാരണം കൂടെ ഇങ്ങനെ നോക്കും. പിന്നെ നമ്മളിവിടെ പുഴയിലേക്ക് നമ്മൾ ലൈറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വെട്ടം വെളിച്ചുള്ള ഒരു ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളൊക്കെ വീടിൻ്റെ ഒരു സൈഡ് ഭാഗമാണ് കേട്ടോ. ഇതിൻ്റെ താഴെ വശമാണ് പുഴയുള്ളത്. നമ്മൾ വീട് ഒരു കൊച്ചു വീട് കേട്ടോ. മഴയൊക്കെ ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ്. കാരണം ഷീറ്റൊക്കെ അല്ലേ, ഇപ്പോൾ ചെറിയൊരു ഷീറ്റിൽ നിന്ന് വെള്ളം വീഴുമല്ലോ. അപ്പോൾ അങ്ങനെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഇത് നമ്മൾ വീട്ടിൽ താഴെ വശം കേട്ടോ. റോഡ് ഇവിടെയൊക്കെ വെള്ളമായിരുന്നു കേട്ടോ. വെള്ളം കയറി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നമുക്ക് അടുത്ത് പോകാൻ പറ്റില്ല. ഇവിടെ അല്ലെങ്കിൽ തന്നെ ഉറവയൊക്കെ ഉണ്ടാവാറുണ്ട്. കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ വ്യൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ.